ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന കോഴിക്കോട് രണ്ടിടങ്ങളിൽ വിള്ളൽ. തിരുവങ്ങൂർ മേൽപ്പാലത്തിലും അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലുമാണ് വിള്ളൽ കണ്ടെത്തിയത്. വിള്ളൽ കണ്ടെത്തിയ തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ നിന്ന് വിദഗ്ധ സംഘം ഇന്ന് സാമ്പിൾ ശേഖരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ വീണിരിക്കുന്നത്. വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് റൂട്ടിലാണ് വിള്ളൽ. വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിള്ളൽ വർദ്ധിക്കുന്നതായി നാട്ടുകാർ. ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളം വരികയും ഈ വിള്ളിച്ച, കാരണം ഇതിന് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏരിയ, ഈ റോഡ്, ഈ അണ്ടർപാസ് കൂടെ പഞ്ചായത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹാരം കണ്ടെത്തണമെന്നാണ്. കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചൊരു കാര്യമില്ല. തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്ത് നിന്ന് ഇന്ന് സാമ്പിൾ ശേഖരിക്കും. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് ശരിയായ രീതിയിലാണോ നിറച്ചത് എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് സാമ്പിൾ ശേഖരം. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ താൽക്കാലികമായി പണി നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. 400 മീറ്റർ നീളത്തിൽ വിണ്ടുകീറിയ ഭാഗത്തെ ചിലയിടങ്ങളിലാണ് വീണ്ടും വിള്ളൽ രൂപപ്പെട്ടത്. 12 മണിക്കൂർ പെയ്യുമ്പോഴത്താണ് ഇത് വന്നത്. ഇപ്പോൾ ഇനി നിരന്തരം മഴ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതാണ് ആശങ്ക ഞങ്ങൾക്ക്. കാരണം ഒന്ന്, സർവീസ് റോഡ് വളരെ മോശമാണ്. കാരണം വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം സർവീസ് റോഡിന് ഗവൺമെൻറ് എടുത്തു കൊടുത്ത സ്ഥലം തന്നെ ഉണ്ട് ഇവിടെ. അത് എടുക്കാതെയാണ് ഇവർ സർവീസ് റോഡ് 7 മീറ്റർ വേണ്ടടുത്ത് 5 മീറ്റർ 3.5 മീറ്ററൊക്കെ ആ അപാകത ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിലെ സംരക്ഷണ ഭിത്തികളിലും വിള്ളൽ വീണിട്ടുണ്ട്. വിള്ളൽ താൽക്കാലികമായി അടച്ചെങ്കിലും വീണ്ടും വിള്ളൽ വീഴുന്നുണ്ട്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.